സങ്കടപ്പെട്ടു ജീവിതം തള്ളി നീക്കുന്ന പലരും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് അവഗണന മാത്രമാണ് ലഭിക്കുന്നത്. ആദ്യമേ സങ്കടത്തിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. വീണ്ടും വീണ്ടും എനിക്ക് അവഗണന തന്നെ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സങ്കടത്തിലായിരിക്കുമ്പോൾ ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ സങ്കടത്തിലായിരിക്കുമ്പോൾ നമുക്ക് പലരെയും സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, നമ്മുടെ സങ്കടത്തിന് കാരണം ആയ ആളുകൾ അല്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ പലപ്പോഴും സങ്കടം കൂടുതലുള്ള ആളുകൾക്ക് ആസ്വദിക്കുവാൻ കഴിയില്ല. നമ്മുടെ സങ്കടത്തിന് ഒരു തരത്തിലും കാരണം ആവാത്തവരാണെങ്കിൽ പോലും അവരുടെ സന്തോഷങ്ങൾ പറയുമ്പോൾ നല്ല രീതിയിലുള്ള പരിഗണന അവർക്ക് കൊടുക്കാറില്ല. എപ്പോഴും സങ്കടമുള്ള ആളുകളിൽ കൂടുതൽ ആളുകളും മറ്റുള്ളവർ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്നുള്ള ചോദ്യം സ്വന്തം ചോദിക്കുകയും മറ്റുള്ളവർ തന്നേക്കാൾ ഹാപ്പിയാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവരുടെ മനസ്സിൽ മറ്റുള്ളവരുടെ സന്തോഷമുള്ള ജീവിതത്തിലൊരു ചെറിയ തരത്തിലുള്ള അസൂയയും രൂപപ്പെടുന്നു. ഇത് തീർത്തും അറിയാതെ രൂപപ്പെടുന്ന ഒരു അസൂയയാണ്. ബോധപൂർവം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് എന്തെങ്കിലും എതിരുള്ള ആളായിരിക്കില്ല സങ്കടമുള്ള ആളുകൾ. പക്ഷേ സ്വന്തം സങ്കടങ്ങളിലൂടെ ജീവിച്ച് മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ അതിനോട് എന്തോ പുച്ഛം തോന്നുന്ന ആളുകളായിട്ട് സങ്കടത്തിലൂടെ ജീവിതം തള്ളി നീക്കുന്ന പലരും മാറിയിട്ടുണ്ടാവും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഗണന കൊടുക്കുവാൻ സങ്കടത്തിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവരും മറ്റുള്ള ആളുകളെല്ലാം നമ്മളെ അവഗണിക്കുക സ്വാഭാവികമാണ്. കാരണം മറ്റുള്ളവരുടെ സന്തോഷങ്ങളൊന്നും നമുക്ക് താല്പര്യമില്ല. മറ്റുള്ളവരുടെ ഉയർച്ചകൾ ഇതിലൊന്നും നമുക്ക് താല്പര്യമില്ല. അതിനോടെല്ലാം പുച്ഛഭാവമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നതോടുകൂടി അവരുടെ സന്തോഷങ്ങൾ പലതും നമ്മോട് പങ്കുവെക്കാതിരിക്കുന്നു. അതല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല രീതിയിലുള്ള പ്രതികരണം ഒരിക്കലും നമ്മൾ കൊടുക്കാറില്ല എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇത് നമ്മെ കൂടുതൽ ഒറ്റപ്പെടുത്തും, കൂടുതൽ സങ്കടത്തിലാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷങ്ങളിൽ നിങ്ങളും സന്തോഷിക്കുക. അവരോടൊപ്പം നിങ്ങളും ത്രില്ലടിക്കുക. അവരുടെ സന്തോഷങ്ങളോടൊപ്പം നിങ്ങളും ജീവിക്കുക. അവരുടെ സന്തോഷങ്ങൾ നിങ്ങളെയും സന്തോഷിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. അതുമാത്രമാണ് അതിനുള്ള വഴി.